ഹലോ, നമ്മളിന്ന് ലിക്വിഡേഷൻ ഓഫ് കമ്പനീസിന്റെ ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേജ് നമ്പർ 293. ഫിഫ്ത്ത് ചാപ്റ്റർ ആണ്, തിയറി പോർഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് ലിക്വിഡേഷൻ എന്നാണ്. അപ്പൊ മീനിങ് ഓഫ് ലിക്വിഡേഷനിൽ അതിനെ കുറിച്ച് കുറച്ച് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഒരു കമ്പനി ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മോഡ്സ് എന്ന് പറയുന്നത് 3 തരമാണ്. ഒന്ന് കമ്പൽസറി വൈൻഡിങ് അപ്പ് ബൈ കോർട്ട്, രണ്ടാമത്തേത് വോളണ്ടറി വൈൻഡിങ് അപ്പ്, തേർഡ് വൺ ഈസ് വൈൻഡിങ് അപ്പ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് കോർട്ട്. അപ്പൊ രണ്ടെണ്ണത്തിൽ കോർട്ട് വരുന്നുണ്ട്, നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഒന്ന് കോർട്ട് പറഞ്ഞിട്ട് കമ്പൽസറി ആയിട്ട് വൈൻഡിങ് അപ്പ് ചെയ്യുന്നു, മറ്റേത് വോളണ്ടറി ആയിട്ട് വൈൻഡിങ് അപ്പ് ചെയ്യുന്നു. തേർഡ് വൺ വൈൻഡിങ് അപ്പ് കോർട്ടിന്റെ സൂപ്പർവിഷനിൽ ആയിരിക്കും. ഇനി ആദ്യത്താണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്താണെന്നുള്ളത്. അപ്പോൾ കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത് കോർട്ടിന്റെ ഓർഡർ പ്രകാരം ഒരു കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കമ്പൽസറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇനി കമ്പൽസറി വൈൻഡിങ് അപ്പ് വരുന്ന കുറച്ച് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിക്കൊണ്ട് കോടതി പറയാണ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ വരുന്ന വൈൻഡിങ് അപ്പ് ആണ്. രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ രജിസ്ട്രാർ എന്തെങ്കിലും മീൻസ് രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ നമ്മൾ എന്തെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? വോളണ്ടറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് പോകേണ്ടി വരും. പിന്നെ നമുക്കറിയാം, റൂൾ പ്രകാരം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് രജിസ്ട്രേഷൻ കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് 1 വർഷത്തിനുള്ളിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അവർ അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിലും എന്ത് വരും? കമ്പൽസറി വൈൻഡിങ് അപ്പ് ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7 ആണ്, പ്രൈവറ്റ് ആണെങ്കിൽ 2 ആണ്. അപ്പൊ പ്രൈവറ്റ് കമ്പനി 2-നേക്കാളും താഴെ പോവാണ് നമ്പേഴ്സ്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനി 7-നേക്കാളും താഴെയാണ് അവരുടെ മെമ്പേഴ്സിന്റെ നമ്പർ വരിക എന്ന് വെച്ചാലും വോളണ്ടറി വൈൻഡിങ് അപ്പ് വരും. പിന്നെ കമ്പനിക്ക് അവരുടെ ഡെപ്റ്റ് പേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ പിന്നെ കോർട്ട് പറയാണ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക തന്നെയാണ് നല്ലത് എന്ന് പറയുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കമ്പൽസറി നെക്സ്റ്റ് ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പിന്റെ ഇതാണ്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഉള്ളത്. ഒന്ന് മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, രണ്ടാമത്തത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അപ്പൊ മെമ്പേഴ്സിന്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ മെമ്പേഴ്സ് തന്നെ പറയാണ് കമ്പനി വോളണ്ടറി ആയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി സോൾവെന്റ് ആയിരിക്കും. അതായത് പാപ്പരാവാത്ത കമ്പനി ആയിരിക്കും, അവർക്ക് എന്താ പറയാ ഇൻസോൾവെന്റ് ആയിരിക്കില്ല. അതാണ് ഒരു കണ്ടീഷൻ വരുന്നത്. പിന്നെ അങ്ങനെ ഇൻസോൾവെന്റ് അല്ലാത്ത സോൾവെന്റ് ആയിട്ടുള്ള കമ്പനിയാണ് വോളണ്ടറി വൈൻഡിങ് അപ്പിന് പോകുന്നത് എങ്കിൽ അതിന്റെ മെമ്പേഴ്സിന് തന്നെ ഡിസിഷൻ എടുക്കാവുന്നതാണ് വൈൻഡിങ് അപ്പിന്റെ. അവർക്ക് ക്രെഡിറ്റേഴ്സിനോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ 2 സിറ്റുവേഷനിലാണ് അത് ഇങ്ങനെ ഒരു മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് വരിക. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അതല്ലെങ്കിൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് എങ്കിൽ ആ ഡേറ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ ആ പർപ്പസ് ഫുൾഫില്ല് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? വൈൻഡിങ് അപ്പ് ചെയ്യാം. രണ്ടാമത്തത് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയതിനു ശേഷവും അവർക്ക് വോളണ്ടറി ആയിട്ട് മെമ്പേഴ്സിന് വൈൻഡിങ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പിന്റെ രണ്ടാമത്തെ വൈൻഡിങ് അപ്പ് ആയ ക്രെഡിറ്റേഴ്സ് വൈൻഡിങ് അപ്പ് ആണ്. ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സോൾവെന്റ് ആയ കമ്പനി മെമ്പേഴ്സിന്. ഇവിടെ ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് കമ്പനി ഇൻസോൾവെന്റ് ആയ കേസിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് വായിച്ചാൽ അത് കിട്ടും. പിന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറൽ മീറ്റിംഗിൽ അവർ പറയാണ്, ക്രെഡിറ്റേഴ്സ് പറയാണ് കമ്പനി വോളണ്ടറി ആയിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ കമ്പനി ഇൻസോൾവെന്റ് ആണ്. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയുള്ളത് വൈൻഡിങ് അപ്പ് സബ്ജക്ട് ടു ദ സൂപ്പർവിഷൻ ഓഫ് ദ കോർട്ട്. കോർട്ട് പറയാണ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? വൈൻഡിങ് അപ്പ് നടത്താനായിട്ട് പറ്റും. ഇങ്ങനത്തെ വൈൻഡിങ് അപ്പ് വളരെ റെയർ ആയിട്ട് തന്നെ കാണാറുള്ളൂ. പിന്നെ കോർട്ടിന്റെ സൂപ്പർവിഷന്റെ കീഴിൽ, അതായത് കോർട്ടിന്റെ സൂപ്പർവിഷന്റെ കീഴിലായിരിക്കും അവിടെ വൈൻഡിങ് അപ്പ് നടക്കുക. പിന്നെ ലിക്വിഡേഷന് വേണ്ടിയിട്ട് അവർ ഒരു ലിക്വിഡേറ്ററിനെ ഏർപ്പാടാക്കും. എന്നിട്ടാണ് നമ്മൾ ഈ വൈൻഡിങ് അപ്പ് ചെയ്യുന്നത്.
കോൺട്രിബ്യൂട്ടറീസ് ആരാണെന്നുള്ളതാണ്. കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അസറ്റിലേക്ക് ലയബിൾ ആയിട്ടുള്ള, അതായത് ഹു ഇസ് ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടു ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി ഇൻ ദ ഇവന്റ് ഓഫ് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് ആരൊക്കെയാണോ കമ്പനിയുടെ അസറ്റ്സ് ആയിട്ട് എന്താ പറയുക ലയബിൾ അസറ്റ്സിലേക്ക് ലയബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഇൻ ഷോർട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കോൺട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രിബ്യൂട്ടറീസ് രണ്ട് ടൈപ്പ് നമുക്ക് പറയാവുന്നതാണ്. ഒന്ന് പ്രസന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ്, രണ്ടാമത്തത് പാസ്റ്റ് മെമ്പേഴ്സ്. പ്രസന്റ് മെമ്പേഴ്സ് പറഞ്ഞാൽ ഇപ്പോ ആ കമ്പനി വൈൻഡിങ് അപ്പ് നടക്കുവാണ്, അപ്പൊ ആ സമയത്ത് മെമ്പർ ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രസന്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി വൈൻഡ് അപ്പ് ആവുന്നതിന് 1 വർഷം മുൻപ് വരെ, അതായത് ജസ്റ്റ് 1 ഇയർ ആയിട്ടേ ഉള്ളൂ അവർ ആ മെമ്പർഷിപ്പ് വിട്ടിട്ട്, അങ്ങനെ വരുന്ന ആൾക്കാരെയാണ് പാസ്റ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് മെമ്പേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഒന്നും അതിന്റെ ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമേ പാസ്റ്റ് മെമ്പേഴ്സിലേക്ക് ആ ലയബിലിറ്റി ക്യാരി ഫോർവേഡ് ചെയ്ത് പോകത്തുള്ളൂ. അപ്പൊ ഇനി ലിക്വിഡേറ്റർ ആരാണെന്നുള്ളതാണ്. ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ കമ്പനി ലിക്വിഡേറ്റിംഗ് പർപ്പസിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ആളെയാണ് ലിക്വിഡേറ്റർ എന്ന് പറയുന്നത്. അതിപ്പോ വോളണ്ടറി ആയിക്കോട്ടെ, കമ്പൽസറി ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ആയാലും കുഴപ്പമില്ല. നമ്പർ ഓഫ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് മോഡും തമ്മിൽ യാതൊരു ബന്ധമില്ല. പിന്നെ കോർട്ടിന്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ലിക്വിഡേഷൻ ചെയ്യുന്നതെങ്കിൽ കോർട്ട് തന്നെ ആളെ നിയമിക്കും. പിന്നെയുള്ളത് വോളണ്ടറി ആയിട്ട് മെമ്പേഴ്സ് ആണ് ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. എപ്പോ മെമ്പേഴ്സിന്റെ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ മെമ്പേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുക. അവർക്ക് ജനറൽ മീറ്റിംഗ് കൂടിയിട്ട് മീറ്റിംഗിൽ പറയാവുന്നതാണ്. പിന്നെ ആ മീറ്റിംഗിലായിരിക്കും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ക്രെഡിറ്റേഴ്സിന്റെ കേസസിലാണെങ്കിൽ അവർക്ക് ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അതായത് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ക്രെഡിറ്റേഴ്സിന് അല്ലെങ്കിൽ മെമ്പേഴ്സിന് ഒരുമിച്ചിരുന്നിട്ട്, അല്ലെങ്കിൽ മെമ്പേഴ്സ് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റേഴ്സിനാണെങ്കിൽ ആരെ വേണം ലിക്വിഡേറ്റർ ആക്കാം എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് പറ്റും. പിന്നെ ആ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കും, ആ കമ്മിറ്റി ആയിരിക്കും അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുക. ഇൻ കേസ് അങ്ങനെ ഒരു കമ്മിറ്റി ഇല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെ തന്നെ ഫിക്സ് ചെയ്യാം എന്തായിരിക്കണം അവരുടെ ഫീസ് എന്നുള്ളത്. ലിക്വിഡേറ്ററിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. 3 മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസേ പറയുന്നുള്ളൂ. ആദ്യത്തേത് ഏത് കമ്പനിയാണോ ലിക്വിഡേറ്റ് ആവുന്നത് ആ കമ്പനിയുടെ എല്ലാ അസറ്റ്സും റിയലൈസ് ചെയ്യുക. രണ്ടാമത്തത് കോൺട്രിബ്യൂട്ടറീസ് കിട്ടാനുള്ള എമൗണ്ട് ഒക്കെ കളക്ട് ചെയ്യുന്നത്. തേർഡ് വൺ പറയുന്നത് കമ്പനിയുടെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ മീൻസ് സെയിൽസ് പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തുക. അപ്പോൾ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് ആ കോൺട്രിബ്യൂട്ടറീസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 3 ഫങ്ഷൻസ് ആണ് മെയിൻ ആയിട്ട് ലിക്വിഡേറ്റർക്ക് ഉള്ളത്. ഇപ്പൊ ആദ്യത്തേത് അസറ്റ്സ് ഒക്കെ റിയലൈസ് ചെയ്യുക, കോൺട്രിബ്യൂട്ടറീസിന് കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ വാങ്ങുക, അവർക്ക് എന്തെങ്കിലും സെയിൽസ് പ്രൊസീഡ് കഴിഞ്ഞിട്ട് കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക. അപ്പൊ ഇത്രയാണ് അവരുടെ ഫങ്ഷൻസ്. ഇനി ഓർഡർ ഓഫ് പേയ്മെന്റ്സ് എന്നുള്ള പോർഷൻ ആണ്. അതിനകത്ത് ആദ്യത്തേത് ലിക്വിഡേറ്ററിന്റെ റെമ്യൂണറേഷൻ എത്രയാണെന്നുള്ളത്. സെക്കൻഡ് വൺ പറയുന്നത് ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ്, അതായത് സെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. സച്ച് ആസ് 10% ഇൻട്രസ്റ്റിൽ നമ്മൾ ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 10% സെക്യൂർഡ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ക്രെഡിറ്റേഴ്സിന് പേ ഓഫ് ചെയ്യാനുള്ളത്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പേ ഓഫ് ചെയ്യാനുള്ളത്. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, പിന്നെ സർപ്ലസ് ഉണ്ടെങ്കിൽ if any is distributed among contributors according to their respective rights and interests. അവരുടെ ഇൻട്രസ്റ്റും റൈറ്റും അനുസരിച്ച് നമ്മൾ ആ സർപ്ലസ് അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഫോർത്ത് വൺ പറയുന്നത് he maintains a record of his receipts and payments and submits an extract of it to the court in case of compulsory winding upന്റെ കേസസിലാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെ റെസീപ്റ്റ്സിന്റെ കാര്യങ്ങളുടെ പേയ്മെന്റ്സിന്റെ ഒക്കെ റെക്കോർഡ് ഉണ്ടാക്കി അതിന്റെ ഒരു എക്സ്ട്രാക്ട് ഫോം, അതായത് ഒരു സമ്മറൈസ്ഡ് ഫോം അവർ കോടതിയിൽ എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ 4 പോയിന്റ് ആണ് ഓർഡർ ഓഫ് പേയ്മെന്റ്സിലുള്ളത്. പിന്നെയുള്ളത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ലയബിൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പ്രിഫറൻസ് കൊടുക്കേണ്ട ആൾക്കാരാണ്. 7 പോയിന്റ് ആണുള്ളത്. ആദ്യത്തെ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി എന്തെങ്കിലും ടാക്സോ റവന്യൂ സെസ്സുകളോ കൊടുക്കാനുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അതിന്റെ 12 മന്ത്സ് മുൻപ്, അതായത് വൈൻഡിങ് അപ്പിന്റെ 12 മന്ത്സിന് മുൻപോ അതല്ലെങ്കിൽ വൈൻഡിങ് അപ്പിന് മുൻപായിട്ടോ അവരത് പേ ചെയ്തിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ പറയുന്നത് എന്തെങ്കിലും വേജസോ സാലറീസോ ഒക്കെ
പേ ചെയ്യാൻ, എംപ്ലോയീസിന് പേ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ പേ ചെയ്യണം. തേർഡ് വൺ, എന്തെങ്കിലും ഹോളിഡേ റെമ്യൂണറേഷൻ എംപ്ലോയീസിന് പേ ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് അവർക്ക് പേ ചെയ്യണം. ഫോർത്ത് ആണ് പറയുന്നത് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ്, അതായത് എന്തെങ്കിലും ESI ഇൻഷുറൻസ് അങ്ങനെ ഈ ആക്ട് പ്രകാരം പറയുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പേ ചെയ്ത് കൊടുക്കണം. ഫിഫ്ത്ത് ആണ് പറയുന്നത് വർക്ക്മാൻസ് കോമ്പൻസേഷൻ ആക്ട് പ്രകാരം എന്തെങ്കിലും കോമ്പൻസേഷൻ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് അവർ പേ ചെയ്യേണ്ടതാണ്. സിക്സ്ത് ആണ് എന്തെങ്കിലും പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ പെൻഷൻ ഫണ്ടിലേക്കോ ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്കോ ഒക്കെ എന്തെങ്കിലും എമൗണ്ട് കമ്പനി ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടും കൂടെ അവർ പേ ചെയ്യണം. ലാസ്റ്റ് വൺ പറയുന്നത് സെക്ഷൻ 235, 237 ഒക്കെ പ്രകാരം എന്തെങ്കിലും എക്സ്പെൻസസ് പേ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ പേ ചെയ്ത് കൊടുക്കണം. ഇനിയുള്ളത് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന്റെ ഒരു കുറച്ച് ബാക്കി പോയിന്റ് ആണ്. അതിൽ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. 7 പോയിന്റ് പറഞ്ഞതിൽ 7 ആൾക്കാർക്കും നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഫുൾ എമൗണ്ട് തികയണില്ല എല്ലാവർക്കും കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള എമൗണ്ട് നമ്മൾ എല്ലാവർക്കും കൂടി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഡയറക്ടേഴ്സ്, മാനേജർ, സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഡ്യൂ ആയിട്ടുള്ള സാലറി ഒന്നും പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിൽ പെടുന്നില്ല. പിന്നെയുള്ള ഒരു ടേം റെലവന്റ് ഡേറ്റ് എന്താന്നുള്ളതാണ്. റെലവന്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ദിവസം, അതല്ലെങ്കിൽ വോളണ്ടറി ലിക്വിഡേഷൻ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ഇന്ന് നടത്താം, അല്ലെങ്കിൽ 12-ാം തീയതി ഏപ്രിൽ നടത്താം. അപ്പൊ ആ ദിവസമായിരിക്കും റെലവന്റ് ഡേറ്റ്. പിന്നെയുള്ള സെക്കൻഡ് പോയിന്റിൽ പറയുന്ന റെലവന്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കാണ്, ഇന്ന ദിവസം കമ്പനീനെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ആ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ആ ദിവസത്തിനെയാണ് എന്ത് പറയാ റെലവന്റ് ഡേറ്റ് എന്ന് പറയുക. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ആൻഡ് എഫിഷ്യൻസി ഓർ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിന്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അതിന്റെ കാര്യങ്ങൾ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ, ഈ ഫോർമാറ്റും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് വായിക്കുക, എന്നിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. A statement of affairs is a critically important document within the insolvency process that provides an overview of the company's assets and liabilities. The statement of affairs is a crucial step in the insolvency procedure. So completing it correctly is must, and all the information has to be accurate and true. The statement of affairs may be used in the following cases of insolvency, that are voluntary liquidation, administration, company voluntary arrangements, compulsory liquidation. These are the cases. And according to section 454, within 21 days of the date of the winding up, order to the appointment of the official liquidator as provisional liquidator, the company has to submit a statement to the official liquidator as to the affairs of the company unless the court otherwise orders. The statement must be in the prescribed form. It must be verified by affidavit and must contain the following particulars. First one is the assets of the company stating separately the cash in hand and cash at bank and negotiable securities. Second one, the debts and liabilities of the company. Third one, names and addresses of its creditors stating separately the amount of secured and unsecured debts. Fourth one is, in the case of secured debts, particularly of the securities held by the creditors, their values and dates on which they have given. And the fifth one is, the debts due to the company and names and addresses of the person from whom they are due and the amount likely to be realized. And the last one is, such further information as may be required by the official liquidator. And it is the prescribed form of statement of affairs, Form 57 of the Companies Code Rules 1959 is given below. Please see this form number 57. And coming to the form of statement of affairs, first thing it should be mentioned that statement as to the affairs of dash limiter. Here we want to write the name of the company on the day of which year, being the date of winding up order appointing provisional liquidator or the date directed by the official liquidator as the case may be, showing assets of estimated realizable values and liabilities expected to rank. Hereby I am winding up this video because its form
means performa is given in your textbook. I'm not going to show it because it's little bit bigger in size, so you will not be able to identify each and everything at your screen. So please refer your textbook. Thank you. A statement of affairs in liquidation. In cases of voluntary liquidation, the statement of affairs is presented at a creditors' or shareholders' meeting in order to outline the company's financial position. The winding up or compulsory liquidation process also requires this document to be presented. In this instance, it could be prepared by the official receiver if they are acting as a liquidator, or alternatively by the appointed IP. A realizable value of assets appears alongside the book value. Accurate realizable values are reliant on the experience and judgment of a professional third party. All assumptions relating to the valuation process should be documented so that reference can be made to them at a later stage if necessary. Detailing all business assets within a statement of affairs clarifies the company's financial position. It provides a clear audit trail which identifies whether any assets have been sold in insolvency, an offense that would be investigated by the insolvency service and may lead to director disqualification if creditors' interests have not been given priority. Procedure involved in the preparation of statement of affairs. Assets which are not specifically pledged are taken first. These are to be taken at realizable values. Calls in arrear are also treated as assets not specifically pledged. The uncalled capital is not shown as assets. Second one is, if there is any surplus from assets specifically pledged, that should be added with the realizable value of assets not specifically pledged. And the third one is, from the resulting figure, deduct the amount of preferential creditors. And the fourth one is, then deduct the amount that creditors having a floating charge. The balance will be surplus or deficiency as regards debenture holders. In this point, which is the fourth point, the amount of creditors, I have written as OD. Here OD is written, but it is off. Sorry for that. And from the balance amount obtained, deduct the amount of unsecured creditors. The resultant figure will be either surplus or deficiency as regards unsecured creditors. Last point is that if the balance amount is a surplus, the share capital is to be deducted out of that amount, or if it is deficient, the share capital is to be added with the amount. The resultant figure may be surplus or deficiency as regards members or contributories. And these are the list which to be attached with the statement of affairs. List A indicated assets which are not specifically pledged. That means these assets are free assets. List B shows the list of assets which are specifically pledged either to fully secured creditors or to partially secured creditors. List C, it indicates the list of preferential creditors, and list D shows the list of debenture holders and other creditors having a floating charge on the assets. List E contains the names of unsecured creditors and the amount due. List F specifies the names and number and values of shares held by various preference shareholders. And list G indicates the names and holdings of equity shareholders. Finally, list H shows the deficiency or surplus in the statement of affairs that has been arrived at. And coming to statement of deficiency and surplus, prior to a company entering voluntary liquidation,
Alongside the statement of affairs, a pack of explanatory information will also be provided to creditors. This information will include a reconciliation of the position between the last set of published accounts and the statement of affairs, known as the deficiency account. Here, we will look at how the deficiency account can be interpreted and how it can be used to explore whether wrongful trading has taken place on the part of the director. And moving to the performer, you can see it in your textbook, page number 301. Please go through that and thank you. Afterwards, we will do the problems.